മാംഗല്യം 7. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. പൂവാലിയുടെ കരച്ചിൽ കേട്ടാണ് കണ്ണു തുറക്കാൻ വയ്യെങ്കിലും മണിക്കുട്ടി വലിച്ച് കണ്ണു തുറന്നത്. ആയാസപ്പെട്ട് കണ്ണു തുറന്നെങ്കിലും ഇത്തിരി നേരമെടുത്തു അവൾക്ക് ബോധത്തിൽ വരാൻ വേണ്ടി. പതറിയോടുന്ന കണ്ണുകൾ ചുറ്റും പായിച്ചതും ഓർമ്മയില്ലാത്തത്രയും നാളുകൾക്കിപ്പുറം വെളിച്ചമുള്ള ഒരു പുലരിയിലേക്കാണ് അവളുടെ കണ്ണുകൾ തുറന്നത്. സാധാരണ വെളുപ്പിനെ 4 മണിക്കാണ് എന്നും എഴുന്നേൽക്കാറ്. അപ്പോൾ എഴുന്നേറ്റാൽ പോലും ഒക്കെ ഒന്ന് ഒതുക്കിക്കൂട്ടി 8:45 ഇവിടെ നിന്നിറങ്ങണമെങ്കിൽ മരണ ഓട്ടം വേണം ഓടാൻ. പലവിധ ചിന്തകളോടെ ചിതറിയോടുന്ന മനസ്സിനെ പിന്നെയും ഒരു നങ്കൂരത്തിൽ വലിച്ചിട്ടത് പൂവാലിയുടെ കരച്ചില. അവൾ ചാടി പിഴന്നെഴുന്നേറ്റു. പക്ഷേ അതിലും സ്പീഡിലാണ് കട്ടിലേക്ക് വീണത്. ദേഹം മുഴുവനും വേദനിക്കുന്നു. ഇന്നലെ അലച്ചു തല്ലി വീണപ്പോൾ പോലും ഇല്ലാതിരുന്നത്രയും ശരീരം നുറങ്ങി നൂരുവാണ് ഓരോ നിമിഷവും. എല്ലാവരും പറയുന്നത് എത്ര നേരാ, വീഴുമ്പോഴല്ല വീണ് 2 ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും വേദന എന്താണെന്ന് അറിയുന്നത്. ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു അവളും. ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചും ഇങ്ങനെ വേദനിക്കുന്നതിലൂടെ അവളുടെ മനസ്സ് കടന്നു പോകുന്ന നേരത്ത് അതിനെ അത്രയും പിടിച്ചുകെട്ടാൻ എന്ന പോലെ പൂവാലി പിന്നെയും കരയുന്ന ശബ്ദം കേട്ടതും പെണ്ണ് ആ വേദനയെല്ലാം മറന്നുകൊണ്ട് ചാടി എഴുന്നേറ്റു. കൈ ഇപ്പോഴും സ്ലിങ്ങിലാണെന്നോ മുട്ടാകെ മുറിഞ്ഞിട്ട് ഞൊണ്ടിയാണ് അവൾ പിടിച്ചു നടക്കുന്നതെന്നോ ഒക്കെ മറന്നവള് അടുക്കളപ്പുറത്തേക്ക് എത്തുമ്പോൾ കാണുന്നത് ഈ ഭാഗത്തേക്ക് നോക്കി അലറി കരയുന്നവളെയാണ്. തന്നെ കണ്ടതും അത്രയും ദയനീയമായി പൂവാലി വീണ്ടും നിലവിളിച്ചു. വേദനയും ശരീരത്തിൻ്റെ അസ്വസ്ഥതയും ഒക്കെ മറന്നവൾ നിമിഷം കൊണ്ടാണ് തൻ്റെ പയ്യൻ്റെ അടുത്തെത്തിയത്. എന്താടി, എന്താ മോളെ? അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാതെ ഒപ്പം കരഞ്ഞുകൊണ്ട് ആ നെറുകയിൽ ഒന്ന് തലോടി ചോദിക്കുകയാണ് അവളുടെ കണ്ണുകൾ ആ അകിടിലേക്ക് പോയത്. എൻ്റെ കൃഷ്ണ, ഈ നേരമായിട്ടും ആരും പാല് കറന്നില്ലേ? അകിട് വീകാൻ തുടങ്ങുമെന്ന് കണ്ടതും അവൾ നെഞ്ചിൽ കൈവച്ചു പോയി. ഒപ്പം തൊഴുത്തിൻ്റെ അവസ്ഥ കൂടി കണ്ടതും മനസ്സിലായി ഈ നിമിഷം വരെ ആരും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ലെന്ന്. നേരം നല്ലോണം വെളുത്തിട്ടുണ്ട്. എന്തായാലും 7-8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഒരു വീട്ടിൽ പോലും പാലും കൊടുത്തിട്ടില്ലേ? വെള്ളിടി തലയിൽ വെട്ടിയ പോലെ അവൾ പയ്യൻ്റെ കാലിൽ പിടിച്ചു തന്നെ നിലത്തേക്കിരുന്നു. അവൾ ഉള്ളപ്പോൾ ഒരാൾക്ക് വന്ന് കിടന്നുറങ്ങാൻ പാകത്തിൽ പോലും അത്രയും വൃത്തിയായിട്ടിരിക്കുന്ന തൊഴുത്താണ് ഇന്നിപ്പോൾ ഇങ്ങനെ. നെഞ്ചു പൊട്ടി മണിക്കുട്ടി കരഞ്ഞുപോയി. അതും കണ്ടുകൊണ്ടാണ് ശാരദ അടുക്കളപ്പടി ഇറങ്ങി വരുന്നത്. ഒറ്റ ദിവസത്തെ മരുന്നിൽ നിന്റെ വയ്യാഴികയൊക്കെ അങ്ങ് മാറിയോ? അതാണോ പാല് കറക്കാൻ ഇറങ്ങിയത്? അത്രയും ലാഘവത്തോടെ ചോദിച്ചുകൊണ്ടാണ് അവർ അവളുടെ അടുത്തേക്ക് എത്തിയത്. ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ രാവിലെ ഏട്ടനെ കൊണ്ടെങ്കിലും പാല് കറയിക്കണമെന്ന്. അവൾ ചാടി എഴുന്നേറ്റ് അലറിയാണ് അങ്ങനെ ചോദിച്ചത്. നിനക്കെന്താടി, രാവിലെ ഭ്രാന്ത് പിടിച്ചോ? പെണ്ണിൻ്റെ ദിൽപ്പിലും തുള്ളലിലും അവർ ഭയന്നുപോയി. നിങ്ങളുടെ കൂടെയൊക്കെയല്ലേ വാസം, ഭ്രാന്തില്ലാന്ന് വെച്ചാൽ ഉണ്ടാക്കി തരാൻ മിടുക്കരല്ലേ അമ്മയും മോനും? നല്ലോണം പുച്ഛിച്ചുകൊണ്ടുള്ള ചോദ്യം അവരെ ചൊടിപ്പിച്ചു എന്ന് തോന്നി. ഇന്നലെ പോയി ഇടിച്ചിട്ട് നിന്റെ കൈയും കാലുമല്ലേ മുറിഞ്ഞുള്ളൂ, അല്ലാതെ തലയ്ക്കൊന്നും പറ്റിയില്ലല്ലോ ഇങ്ങനെ ഭ്രാന്തി വിളിച്ചു പോവാൻ. ഞാൻ പറയുന്നതാണോ അമ്മയ്ക്ക് കുറ്റം? ഇന്നലെ അത്രയും കാര്യത്തോട് ഞാൻ പറഞ്ഞതല്ലേ പാല് കറക്കണമെന്നും വീടുകളിൽ എത്തിക്കണമെന്നും. എന്നിട്ടാണോ ഇങ്ങനെ? ഒന്നുമല്ലെങ്കിലും നമ്മുടെ അന്നം മുടക്കാത്തവളല്ലമ്മേ ഇവള്. ഇവളുടെ വയറൊന്ന് നോക്കിയ അമ്മ, പാല് കെട്ടിക്കിടന്ന് അകിട് വീകാൻ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പം ഒന്നും പറ്റിയില്ലേലും ആ 2 പൈക്കിളെങ്കിലും നിങ്ങൾ തുറന്നു വിട്ടുകൂടായിരുന്നോ ഈ പാലം കുറച്ചെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട്? അതുപോലും ചെയ്യാതെ ഇത്രയും നേരം ഇതിനിട്ട് കരയിച്ചില്ലേമ്മേ നിങ്ങൾ? മനസാക്ഷി എന്ന് പറയുന്നില്ലേ നിങ്ങൾക്കൊന്നും? കരഞ്ഞുകൊണ്ട് ആ തൊഴുത്ത് ചൂണ്ടിക്കാട്ടിയവൾ ചോദിച്ചതും അവരുടെ മുഖം വല്ലാതെയായി. അത് ഞാൻ ഇന്ദ്രനോട് പറഞ്ഞായിരുന്നു. അത്രയും ശബ്ദം താഴ്ന്നു പോയാണ് മറുപടി വന്നത്. മോൻ പറ്റില്ലെന്ന് പറഞ്ഞു കാണും അല്ലേ? അത്രയും പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അവൾ അവരെ നോക്കി ചീറി. അത് പിന്നെ അവനതൊന്നും അറിയില്ലല്ലോ. ന്യായീകരിക്കാൻ എന്ന പോലെ അവർ പറഞ്ഞു. അപ്പം എനിക്കെല്ലാം അറിയാമെന്ന് വെച്ചാണോ കുഞ്ഞിലെ അമ്മ ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചത്? ആ ചോദ്യത്തിൽ അവരുടെ മുഖം വിളറി. എടി, അവനിതൊന്നും ശീലമില്ലല്ലോ, അതാ. ആ, അത് ശരിയാണ്, ശീലമില്ല. പക്ഷേ ഇതിൻ്റെ പാല് വിറ്റ് കിട്ടുന്ന കാശ് ഇവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചാലും ആരോടും ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകാൻ നല്ല ശീലമാണ്. അവരെ നോക്കി മുഖം കറുപ്പിച്ച് പറഞ്ഞതും ശാരദയുടെ സ്വഭാവം അങ്ങ് മാറി. എടി, പറഞ്ഞു പറഞ്ഞ് നീ ഇതെങ്ങോട്ടാണ്? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ എൻ്റെ മോൻ കള്ളനാണെന്ന്. എൻ്റെ മോൻ കള്ളനൊന്നുമല്ല. അവൻ്റെ വീട്ടിലിരിക്കുന്ന കാശ് അവനെടുത്തെങ്കിൽ അതവൻ്റെ അവകാശമാണ്. അല്ലാതെ. മതി, നിർത്തുന്നുണ്ടോ? സ്വന്തം മോനാണെങ്കിലും കാണിക്കുന്ന തോന്നിവാസം ന്യായീകരിക്കാൻ അമ്മയ്ക്ക് നാണമാവുന്നില്ലേ? മറ്റുള്ളവരുടെ കഷ്ടപ്പാട് അവരോട് ചോദിക്കാതെ എടുക്കുന്നത് അവകാശമാണെന്ന് പോലും. ഡി നിർത്തിക്കോ. നിനക്ക് ഇതെല്ലാം കൂടി നോക്കാൻ വയ്യെങ്കിൽ എല്ലാം അങ്ങ് വിട്ടേരെ. അല്ലാതെ വെറുതെ എൻ്റെ ചെക്കൻ്റെ മേലെ കുതിര കയറാൻ പോയാലുണ്ടല്ലോ. ശാരദ വൈരാഗ്യത്തോടെ അവളോട് പറഞ്ഞു. അതെ, ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത്. ഒന്ന് വയ്യാതെ കിടക്കുമ്പോൾ പോലും ഒരു കൈ സഹായിക്കാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാനെന്തിനാ ഇങ്ങനെ മാടുപോലെ പണിയെടുക്കുന്നത്? ഇന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ ഞാൻ വിറ്റ് കച്ചവടമാക്കും. നോക്കിക്കോ, അത് കഴിയുമ്പോൾ വേണം എനിക്കറിയാൻ.
വാശിയോടെ അവരോട് പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്ന 2 പൈക്കളെയും അവൾ തുറന്നു വിട്ടു. വായിക്കുവായി ഓരോന്ന് പറയുമെങ്കിലും ഇന്ന് വരെ അവൾ പൈക്കളെയും ആടിനെയും കോഴിയും ഒന്നും വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും അവൾ ചെയ്താൽ വീടിൻ്റെ ലോണും മരുന്നും, അയ്യോ ചിലവൊക്കെ ഒരാന്തലോടെ ശാരദയുടെ മനസ്സിലേക്ക് പല കാര്യങ്ങളും കൂടി കയറി വന്നു. അരി അരി കുഞ്ഞിപ്പെണ്ണ് കുണുങ്ങി കുണുങ്ങി ഹരിയുടെ മുറിയിലേക്ക് നീട്ടി വിളിച്ചു. വെറുതെ ഒന്ന് മൂളിയതല്ലാതെ ഹരി കുഞ്ഞിനെ നോക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ കട്ടിലിൽ വെറുതെ കിടന്നു. ഹരിക്ക് സുഖമല്ലേ? കട്ടിലിലേക്ക് വലിഞ്ഞു കയറി അവൻ്റെ നെഞ്ചിലേക്ക് 2 കാലുകളും ഇട്ടിരുന്നു കൊണ്ടാണ് ചോദ്യം. ഓക്കെ. വലിയ കാര്യത്തോടെ അവൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തലകുലുക്കിയതും ഉച്ചിയിൽ കെട്ടിവെച്ച് കൊടുത്ത കുഞ്ഞു തൈത്തങ്ങ് അതിനനുസരിച്ച് ആടിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ ചിന്തയോടുള്ള നോട്ടവും മുടിയുടെ ആട്ടവും ഒക്കെ കൂടിയായതും ഹരിയുടെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞെത്തി നിന്നു. അരിക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണോ? ചോദിക്കേണ്ട താമസം വിരിഞ്ഞെത്തിയ പുഞ്ചിരി ഒരു ചോദ്യം പോലും ഇല്ലാതെ മടങ്ങിപ്പോയി. ആര് പറഞ്ഞു? മുത്തശ്ശ പറഞ്ഞു അരിനെ ഡിസ്റ്റർബ് ചെയ്യല്ലുന്ന്. അരി റെസ്റ്റാന്ന്. കണ്ണൊക്കെ വിടർത്തി കൈയൊക്കെ പ്രത്യേക ഭാവത്തിലാക്കിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞത് അതുപോലെ തന്നോട് പറയാൻ ശ്രമിക്കുകയാണ് പൊടി. ഇന്നലെ അച്ഛയുടെ വണ്ടി ഇടിച്ചു പോവേ. പഞ്ഞി മുത്തശ്ശ, നാം കണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് ഹരി കുഞ്ഞും ഹോസ്പിറ്റലിൽ അവനൊപ്പമുണ്ടായിരുന്ന കാര്യം ഓർക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സീതാൻ്റിയാണ് കുഞ്ഞിനെ നോക്കിയതെന്ന് ഓർക്കുന്നതും. പൊന്നേ, ഇന്നലെ മോള് ആൻറ്റിയുടെ കൂടെ ആയിരുന്നില്ലേ? ഓർത്ത പോലെ അവൻ ചോദിച്ചു. എന്നിട്ട് പൂവിന് ഇഷ്ടമായോ ആ ആൻറ്റി അങ്കിളിനെയും? അത് ആൻറ്റി അങ്കിൾ അല്ല അരി, സീതാമ്മ ശിപൂപ്പൻ. ഓക്കെ. എന്താ പൂവേ? അവൾ പറഞ്ഞത് തിരിയാതെ അവൻ പിന്നെയും ചോദിച്ചതും പൂവിൻ്റെ വിധം അങ്ങ് മാറി. ഈ അരിക്ക് ഒന്നും അറിയത്തില്ല അത് സീതാമ്മ ശിപൂപ്പൻ ആണെന്ന്. ഓക്കെ. ഹരി പുഞ്ചിരിച്ചതും പൂവേന്നുള്ള വിളി അപ്പുറത്തു നിന്നും കേട്ടു. മുത്തശ്ശ വിളിക്കുന്നു അരി, ഞാൻ പോയി ബൂസ്റ്റ് കുച്ചിട്ട് വരാം. ഞാനും വരാൻ പൂവേ. തൻ്റെ ദേഹത്തു നിന്നും പിടഞ്ഞിറങ്ങാൻ നോക്കുന്നവളെ അതുപോലെ നെഞ്ചിലേക്ക് കയറ്റിയിരുത്തി ഒപ്പം ഹരിയും എഴുന്നേൽക്കാൻ തുടങ്ങി. നോ അരി, അരിക്ക് ആക്സിഡൻ്റ് അല്ലേ, റെസ്റ്റ് എടുത്തോ. എഴുന്നേൽക്കാൻ പോയവനെ അതുപോലെ കിടത്തിക്കൊണ്ട് കുഞ്ഞ് പിരണ്ടിറങ്ങി ഓടിയതും അവൻ്റെ ചിന്തയിൽ ഒരിക്കൽ കൂടി ഇന്നലത്തെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. എന്നാലും എൻ്റെ ശ്രീധരേട്ടാ, ഇത്രയും അമ്പോറ്റി പോലൊരു ചെറുക്കനെയും കുടുംബത്തെയും കളഞ്ഞിട്ട് വല്ലോടും നിരങ്ങാൻ പോയവളൊക്കെ എന്താ വേണ്ടേ? ആ ചെക്കനായതുകൊണ്ടാ മാന്യമായി ഇറക്കി വിട്ടത്. ഞാനെങ്ങാനും ആയിരിക്കണം തെരണ്ടി വാലിന് അടിച്ചേ വിടുള്ളായിരുന്നു. ഹരിയുടെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ ഇത്ര തവണയെന്നറിയില്ല സീത പിന്നെയും ഇത് തന്നെ പറഞ്ഞ് രോഷം കൊള്ളുകയായിരുന്നു. കളയടൂ, അവൻ്റെ ജാതകദോഷം, അല്ലാതെ എന്തു പറയാൻ. ഇത് ജാതകദോഷമൊന്നുമല്ല ശ്രീധരേട്ടാ, ആ ചെക്കൻ കുറച്ചധികം പാവമായിപ്പോയി. അവൾ ആവശ്യത്തിൽ കൂടുതൽ കേമിയും. കാസറോളിലാക്കി വെച്ച ഇടിയപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലും കൊടുത്ത് കിഴങ്ങുകറിയും ചായയും സ്വന്തം കയ്യിലും എടുത്തുകൊണ്ട് അവർ മുന്നേ ഇറങ്ങി. നീ വലിയ പ്രതീക്ഷയോട് ഇതങ്ങോട്ട് കൊണ്ട് ചെല്ലണ്ട കേട്ടോ. അച്ഛൻ്റെയും മകൻ്റെയും സ്വഭാവം വെച്ചിട്ട് ആദ്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞു കളയും. കാവുമ്പാട്ടെ വീടിൻ്റെ ഗേറ്റ് കിടക്കുമ്പോഴേ ശ്രീധൻ ഒരിക്കൽ കൂടി ഭാര്യയെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നടന്നത് തന്നെ. ഭർത്താവിനെ മുഖവും കാണിച്ചുകൊണ്ട് അവരകത്തേക്ക് കയറി. കൈമളേ, പൂവേ. തുറന്നിട്ട വാതിൽ കൂടി അകത്തേക്ക് കയറും നേരം ശ്രീധരൻ ഉറക്കെ വിളിച്ചു. മുത്തശ്ശ, ശിപൂപ്പൻ വന്നു, ശിപൂപ്പൻ. പാല് കുടിച്ച ഗ്ലാസ് പോലും ടേബിളിലേക്ക് വെക്കും മുന്നേ ചാടി പിരണ്ട് പെണ്ണ് ഓടിച്ചെന്നു. അപ്പൂപ്പയുടെ പൂവേ. ശ്രീധരൻ കയ്യിലിരുന്ന സാധനം അവിടേക്ക് വെച്ചുകൊണ്ട് തനിക്ക് നേരെ കയ്യും നീട്ടി ചാടി വരുന്നവളെ അതുപോലെ പൊക്കിയെടുത്ത് കവളിൽ ഞെക്കി ഉമ്മ കൊടുത്തു. എന്താടോ സംഭവം? സാധാരണ ആരുടെയും പെട്ടെന്നടുക്കാത്തവൾ ഇന്നലെ രാത്രി മുതൽ നിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളല്ലോ. എന്താപ്പോ ഇത്രയും സ്നേഹമൊഴുകാൻ? കൈമളുടെ കണ്ണുകളിൽ നിറയെ സംശയമായിരുന്നു. സംഭവമൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷേ ഈ മുത്തശ്ശൻ്റെ ശബ്ദത്തിൽ എനിക്ക് നല്ലോണം കുശുമ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുശുമ്പ്? അത് എനിക്കോ? അടുത്ത് നിൽക്കുന്ന സീതയെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ അന്വേഷിച്ചു. കുശുമ്പ് തന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീധരൻ മോളുടെ കുഞ്ഞിക്കുമ്പയിൽ മൂക്കിട്ടുരസി ചിരിപ്പിക്കാൻ തുടങ്ങി. ശിപൂപ്പ മതി. കക്കെട്ടം കെട്ടി ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ശബ്ദത്തിലാണ് ഹരി മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത്. എങ്ങനുണ്ട് മോനെ ഇപ്പോൾ? അടുത്തേക്ക് ചെന്നവൻ്റെ കവളിൽ ഒന്ന് തഴുകി സീത ചോദിക്കുമ്പോൾ എവിടെയൊക്കെയോ സ്വന്തം അമ്മയുടെ വിടവ് അവനെ പൊതിഞ്ഞു. കുഴപ്പമില്ല ആൻറ്റി. പതറിച്ച് മറക്കാൻ ശ്രമിച്ചെങ്കിലും ഒപ്പം നിന്ന എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലായി. അതൊക്കെ പോട്ടെ, നല്ല ചൂടുള്ള ഇടിയപ്പവും കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛനും മോനും വേഗം വന്ന് കഴിച്ചേ. അയ്യോ,
അതിൻ്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല സീതയെ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് കേട്ടതും ശ്രീധരൻ്റെ നോട്ടം ചെന്നത് സീതയിലേക്കാണ്. അപ്പോൾ താൻ പറഞ്ഞത് എങ്ങനെയുണ്ട് എന്നർത്ഥത്തിൽ. ആവട്ടെ, തൽക്കാലം ആ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും ശ്രീധരേട്ടനും കൂടി കഴിച്ചേക്കാം. ഞങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളും കഴിച്ചോ. എന്തായാലും അകത്തുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തോണ്ട് വരാം. എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ സീത നേരെ അടുക്കളയിലേക്ക് കയറിയതും കൈമളും പിന്നാലെ പാഞ്ഞു ചെന്നു. സീത നിന്നേ! വിളിച്ചിട്ട് നിൽക്കാത്തവർ അടുക്കളയിൽ ചെന്ന് അടച്ചു വെച്ച മൂടി തുറന്നതും പാത്രത്തിൽ കണ്ടതും ശ്രീധരനെ മാറി മാറി നോക്കി. ഇവരൊക്കെ അമേരിക്കക്കാരാണെന്നോ ശ്രീധരേട്ടാ തോന്നുന്നത്? ടോസ്റ്റ് ചെയ്തു വെച്ച ബ്രെഡിലും മുട്ടയിലും നോക്കി സീത അല്പം കടുപ്പിച്ചാണ് പറഞ്ഞത്. അത് പിന്നെ ഞങ്ങൾക്കിതൊക്കെ മതി. ഓ ആവട്ടെ, അതിന് വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയുകയും അതെടുത്തുകൊണ്ട് പുറത്തേക്ക് അവർ നടന്നു. പിന്നാലെ പരസ്പരം നോക്കി മാഷും ശ്രീധരനും ഒപ്പം ചേർന്നു. ഇനി നിന്നോട് പറയണോ ഹരി കൈ കഴുകിയിട്ടിരിക്കാൻ? ഇത്തിരി കടുപ്പിച്ച് ചോദിച്ചതും അവർ വേഗം പോയി കൈ കഴുകിയിട്ട് വന്നിരുന്നു. സീതമ്മ തന്നെയാണ് അച്ഛനും മകനും ആഹാരം വിളമ്പി കൊടുത്തത്. പൊന്നിന് മുത്തശ്ശി ഉടച്ചു തരാട്ടോ. ഓക്കെ. അവർ രണ്ടുപേരും പറയുന്നതൊക്കെ തലയും കുലുക്കി കേൾക്കുന്നവളെ നോക്കി അമ്പരന്നുകൊണ്ട് ഹരിയും കൈമളും മാഷും കുറച്ചൊന്നുമല്ല ഞെട്ടിയത്. പറയ് ശ്രീധര, എന്താ ശരിക്കുള്ള കാര്യം? ഇവൾ ഇത്രയും സ്നേഹിക്കാനും അനുസരിക്കാനും എന്തോ വലിയ കാര്യമുണ്ടല്ലോ. എടോ, അത് നോശിബുപാ പയ്യല്ലും ഷീക്കട്ടാ. ശ്രീധരൻ്റെ വായും പൊത്തി പെണ്ണ് ശടേന്ന് കയറി കഴുത്തിൽ വട്ടം ചുറ്റി. ആ നേരത്താണ് പരിചയമില്ലാത്തൊരു ശബ്ദം അവരെല്ലാം കേൾക്കുന്നത്. ഇതല്ലേ ഹരിനന്ദൻ്റെ വീട്? ആഹാരത്തിലേക്ക് കൈയിട്ടവൻ ആ വിളിയിൽ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ലൈക്കും കമൻറ്റും തരാൻ കൂടി മറക്കല്ലേ.